ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണ്. പയറ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അതിനാദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ക്രഷ്ഡ് ചില്ലി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സവാള ഇപ്പോൾ ഏകദേശം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തല്ലോ, ഇനി ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒരു 1/2 മിനിറ്റ് നേരം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയ പീസുകളാക്കിയ പയറ് 1/4 കിലോ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് 4ആയി കീറിയത്, അല്പം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് കരിഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ചു വെച്ച് 4 മിനിറ്റ് നേരം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്നു വെച്ച് തന്നെ ഏകദേശം 3-4 മിനിറ്റ് നേരം ഇടവിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കാം. എരിവിന് വേണ്ടിയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഇത് പച്ചമുളക് നമ്മൾ സാധാ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ചേർക്കും തന്നെ എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സും ചതച്ച കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ചതച്ച കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും വേണ്ടാന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് കൂടുതലിട്ടാൽ മതിയാകും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ കറക്റ്റായ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.